ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ഉള്ള പ്രശ്നമായിരിക്കും. നിങ്ങൾ ഫേസിൽ മേക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുരുകൾ വരുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം പോസ്റ്റ് മേക്കപ്പ് ടേക്ക് കെയർ ചെയ്യാണ്ട് സ്കിന്ന് കെയർ ചെയ്യാത്തതിനെ കൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയറും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടി കുട്ടി DIYs ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സും കൂടിയാണ് ഇതിൽ പറയുന്നത്. ഞാൻ ചിലപ്പോൾ DIY ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ പറഞ്ഞ് തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ നല്ല കുറച്ച് ഹെവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേക്കപ്പ് യൂഷ്വലി ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കഴുകി പോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ഇപ്പം മേക്കപ്പ് റിമൂവേഴ്സും ബാംസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്കെന്ന് പറയുന്നത് എനിക്ക് അങ്ങനത്തെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗാർണിയറിൻ്റെ മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു കുറച്ച് ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ ബേണിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തതിനെ കൊണ്ട് തന്നെ ഞാൻ അത് കഴിയുന്നതും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ അതിന് പകരം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഓയിലാണ് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ട് എന്നാണെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ ഈ ഒരു ഓയിൽ വെച്ചിട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് പോക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നി. കാരണം എനിക്ക് പിമ്പിൾസ് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം അപ്പോഴൊക്കെ ഞാൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മോതിരങ്ങളും ഒക്കെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ കോട്ടൺ പാഡിലോ വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിൽ ഒന്ന് വാം അപ്പ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യണം. ഇത് എല്ലാ പ്രൊഡക്ട്സിനും മെൽറ്റ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ കുറേ ലെയറായിട്ടാണ് മേക്കപ്പ് ഇടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ കൈ കൊണ്ട് വാം ചെയ്തതിന് ശേഷം ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ കണ്ണിൻ്റെ ഏരിയയിലേക്ക് പോകുന്നില്ല, കാരണം അത് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് ക്ലംസ് ചെയ്യാൻ വേണ്ടി കണ്ണ് ചോന്ന് വരാനൊക്കെ എനിക്ക് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. എത്ര ഡാർക്കസ്റ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഈ എണ്ണേനെ കൊണ്ട് പോകും. മാറ്റൊക്കെ ആണെങ്കിലും നല്ല കോമാളി പോലെ ഉണ്ടാവില്ല ഇപ്പം കാണാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നെ പിരികത്തിൻ്റെ അവിടെ നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിരികത്തിലൊക്കെ ഐബ്രോൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്, ഡ്രൈനസ് ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് ശേഷം ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് വൈപ്പ് ചെയ്തിട്ട്, ഇത് ഫേഷ്യൽ ടിഷ്യൂ ആണ്. ഇനി അങ്ങനെയല്ല സാധാ ടിഷ്യൂ ആണെങ്കിലും എടുത്തതിന് ശേഷം എനിക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര നീരതായിട്ടുള്ളൊരു ടിഷ്യൂ കിട്ടും, അതെടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ തുടച്ചെടുക്കാം. എത്ര പെട്ടെന്നാ പോയത്. എനിക്ക് ആൽക്കഹോളിന്റെ തീരെ പറ്റാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആൽമണ്ട് ഓയിൽ കുറച്ചും കൂടി കട്ടിയുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്കിന്നിന് ഈ ഒരു മേക്കപ്പ് ഒക്കെ ഇളകി വരാൻ കൂടി സഹായിക്കും. ഇനി നിങ്ങൾ ഭയങ്കര എക്സ്ട്രീം ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഈ ആൽമണ്ട് ഓയിൽ വേണ്ട, കോക്കനട്ട് ഓയിലോ അതിൽ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പോകും. ഇനി നമ്മൾ കണ്ണത്തെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലെടുത്തിട്ട് നമ്മൾ ഇയർബഡ് എടുത്തിട്ടാണ് ഞാൻ ഈ ഐലാഷസിലും പിന്നെ ഐസിലുള്ള മേക്കപ്പ് കളയാൻ വേണ്ടി പോകണം. അപ്പം ഇങ്ങനൊരു ഇയർബഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ എണ്ണ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ കണ്ണത്തെ ഈ തെറ്റത്തുള്ള ഇതൊക്കെ മായ്ച്ച് കളയാണ്.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐലാഷിലുള്ള നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മസ്കാരയാണ് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫൊക്കെ ആണെങ്കിൽ ഇളകി പോരാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഈ ഒരു ഇതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് പോരും ചെയ്യും. എന്നാൽ നമ്മൾ പീലികളൊന്നും കൊഴിഞ്ഞു പോവാണ്ടിരിക്കാനും സഹായിക്കും. ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതൊക്കെ വെച്ചിട്ട് എനിക്ക് പീലിൻ്റെ അവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നാമത് കണ്ണെരിയും ചെയ്യും, അതേപോലെ പീലിങ്ങനെ കൊഴിഞ്ഞു പോകണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇനി ഞാൻ നമ്മൾ ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പം കണ്ണത്ത് ഒരുമാതിരിപ്പെട്ടത് എല്ലാ മേക്കപ്പും പോയിട്ടുണ്ടാകും. ഇനി അടുത്ത കണ്ണിൽ നമ്മൾ സെയിം പോലെ തന്നെ ഈ നമ്മൾ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ഓരോ ഇതായിട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ എന്താ പറയുക, വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്ന എനിക്ക് ഈ ബാം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മേക്കപ്പ് റിമൂവർ ബാംസ് ഇപ്പോൾ അവൈലബിൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതും സെയിം എണ്ണ തന്നെയാണ് അതിലും ഉള്ളത് കണ്ടൻറ്റ് എന്ന് പറയണത്. അപ്പം ഇതാണ് കുറച്ചും കൂടി കണ്ണിനും നല്ലതായിട്ടാണ്. ഫേസിനാണെങ്കിലും ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കണം, വേറെ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് യൂസ് ചെയ്താൽ ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇല്ല, ഡ്രൈ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നുള്ളവർക്കും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനെ എണ്ണ വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മളെ ഫേസിൽ നിന്ന് പോയി കിട്ടും. ഇനി കയ്യിൽ ബാക്കിയുള്ള കുറച്ച് എണ്ണ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കണ്ണിലും ഫേസിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ കയ്യിലുള്ളതിനെ കൊണ്ട്. എന്നിട്ട് സെയിം ടിഷ്യൂ വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നമ്മളൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന പോലെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര മൈൽഡായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫേസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 80 to 85% നമ്മൾ മേക്കപ്പ് ഒക്കെ ഇളകി പോയിട്ടുണ്ട്. പിന്നെ ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് നമ്മൾ കണ്ണിൻ്റെ പീലിക്കൊക്കെ വളരെ നല്ലതാണ് ബേസിക്കലി. ഇനി നമ്മൾ ഒരു ഡബിൾ ക്ലെൻസിങ് പോലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എന്താക്കണം, ഒരു ക്ലെൻസർ അതായത് ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് കഴുകാണ്. ഞാൻ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി, കാരണം നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഡെർമ വൈബിൻ്റെ ഈ ഒരു ഫേസ് ഹൈഡ്രോ ക്ലെൻസർ വെച്ചിട്ട് ഞാൻ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുന്നേ ആയിട്ട് ഫേസിലേക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്, ഫേസിൽ ഒരു ഇത്തിരി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് ഫേസിലേക്ക് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസിൽ പോർസ് ഒക്കെ കുറച്ച് ഓപ്പൺ ആവാനും ഡേർട്ടൊക്കെ നന്നായിട്ട് ഇളകി പോരാനും വേണ്ടി സഹായിക്കും. അപ്പം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു തുണി മുക്കി അത് മുഖത്ത് നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട്, ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ആവി പിടിക്കുന്നതും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് പിമ്പിൾസ് വരാണ്ടിരിക്കാനും നിങ്ങൾ ഇത് ചെയ്യുന്നതിനോട് സഹായിച്ച് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് കഴുകിയിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോണത്, ഇങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ഫേസിൽ ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ നമ്മൾ മുഖത്തോ അല്ലെങ്കിൽ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി സഹായിക്കും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോണത് ഹുദ ബ്യൂട്ടിയുടെ ഈ വിഷ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രബാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് ഇല്ല, നിങ്ങളുടെ വീട്ടിൽ സ്ക്രബ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു സ്ക്രബ് മൈൽഡായിട്ടൊരു സ്ക്രബ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കോഫി പൗഡർ എടുക്കാം. ഈ കോഫി പൗഡറിലേക്ക് നമുക്ക് ഈ നല്ല കട്ടിത്തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ അതിനെ ഒന്ന് ക്രഷ് ചെയ്യുക. പൊടിച്ചിങ്ങനെ ഭയങ്കര നേരെ പൊടിയാക്കാനല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട്, അല്ലെങ്കിൽ അരിപ്പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അരിപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കി കോഫി പൗഡറിലേക്ക് ഇടുക. എന്നിട്ട് ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതും ഹണിയും കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾ ഫേസിൽ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ബ്രൈറ്റ്നെസ്സും കൂടി ഫേസിന് തരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്.
ഈ ഹുദ ബ്യൂട്ടീൻ്റെ സ്ക്രബ് ഉണ്ടല്ലോ, ഒരു അടിപൊളി സ്ക്രബാണ്. നിങ്ങൾക്ക് ഫേസിലുള്ള നമ്മുടെ ഡെഡ് സ്കിന്ന് വരെ നന്നായിട്ട് ഇളക്കി പോകും ചെയ്യും. വളരെ മൈൽഡായിട്ടുള്ളതും കൂടിയാണ് സ്കിന്നിലേക്ക്. ഞാൻ ഈവൻ ലിപ്സ് വരെ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട്. ഇച്ചിരി ഇച്ചിരി അല്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ റിസൾട്ട് അടിപൊളിയാണ്. ഇതിന് 5000 റുപ്പീസിൻ്റെ അടുത്തോളം ഉണ്ട്. നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഓരോ പൈസ മുതലായി എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് ഫേസിൽ നല്ല ഡിഫറൻസ് തോന്നലും ഉണ്ട് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തിട്ടൊക്കെ തോന്നാറുണ്ട്. അതിനുശേഷം ഞാനിവിടെ മമ്മാഅർത്തിൻ്റെ പോർ ടൈറ്റനിങ് ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെയാണ് ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ മുഖം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം പോർസ് ഓപ്പണായി നിൽക്കുകയാണ്. അപ്പോൾ അതിലുള്ള നമ്മൾ സ്ക്രബ് ചെയ്തു. ഫേസ് മാസ്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് മാസ്കും ഇടാം കേട്ടോ. ഏത് ഫേസ് മാസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പോർസ് ടൈറ്റൻ ചെയ്യണം, ക്ലോസ് ചെയ്യണം ആ പോർസിന്. അതിന് വേണ്ടിയിട്ടാണ് ഈ പോർ ടൈറ്റനിങ്. ഇനി നല്ല ഓപ്പൺ പോർസ് ഉള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എല്ലാ ചെന്നെങ്കിൽ നിങ്ങൾക്കൊരു ടോണറും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് സിറംസ് വേണമെങ്കിൽ സിറമൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുക. ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ, ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളിത് രാവിലെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈവനിങ് സമയത്താണ് ചെയ്തത്, അതുകൊണ്ട് ഞാനിതൊരു സൺസ്ക്രീൻ വെച്ചിട്ടും കൂടി ടോപ്പപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൂ. മോയ്സ്ചറൈസറും കൂടി ഇടുകയാണെങ്കിൽ നമ്മൾ ഓൾ ഡൺ. ഇതാണ് നമുക്ക് വേണ്ട ഒരു ബേസിക് സ്കിൻ കെയർ. അതായത് പോസ്റ്റ് മേക്കപ്പ് സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം. പിന്നെ ഈ ഒരു നമ്മുടെ മോയ്സ്ചറൈസറിൽ വൈറ്റമിൻ ഇ ഉള്ളതിനെ കൊണ്ടാണ് സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യാറില്ല. അതിനുശേഷം ഞാനിവിടെ ഒരു ലിപ് ബാം എടുത്തിട്ട്, ലിപ് ബാമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം ആയതിനെ കൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസിങ് തരുകയും ചെയ്യും. ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് ഷെയ്ഡ് നമ്മുടെ ലിപ്സിന് കിട്ടുകയും ചെയ്യും. ഈ ഒരു ലിപ് ബാം ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പാരമ്പര്യ കോസ്മെറ്റിക്സിൻ്റെ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ, പോസ്റ്റ് മേക്കപ്പ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആവണം നിങ്ങൾ ഒരു മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സ്കിന്ന് ഡാമേജോ ആവില്ല. നിങ്ങളുടെ സ്കിന്നിൽ ഒരു കാരണവശാലും പിമ്പിൾസ് വരില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്റെ കുഞ്ഞാവ എന്നെ വിളിച്ചുകൊണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറെ വീഡിയോ വെച്ച് കാണുന്നവരെ ബൈ.